ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു നൈറ്റ് സ്യൂട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 28 ഇഞ്ചാണ് വരുന്നത്. അപ്പം ക്ലോത്ത് ഇവിടെ ഞാൻ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ബാക്ക് പോർഷനാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. കോളർ വെക്കുന്നുണ്ട്. അപ്പം ഷോൾഡർ വിഡ്ത്ത് വരുന്നത് 7.5, ഷോൾഡർ ലെങ്ത്ത് 7.5, ചെസ്റ്റ് വിഡ്ത്ത് 9 + 2 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ നമുക്ക് കോളർ വെക്കാനുള്ളത് കൊണ്ട് തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് 3, നെക്ക് ലെങ്ത്ത് 1 ഇഞ്ച് അതാണ് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ബാക്ക് പോർഷൻ മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇത് ക്ലോത്ത് നൈറ്റി ബിറ്റാണ്. അതായത് 3 മീറ്ററാണ് ഇതിന് നീളമുള്ളത്. അങ്ങനെ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം താഴെ വരെ. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കേണ്ടത്. ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം നമുക്ക് ബട്ടൺസിനുള്ളതാണ്, ബട്ടൺസ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ബാക്ക് പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. ചോക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട്, വരക്കണമെന്നില്ല, വരക്കാതെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ മാറ്റി വെക്കാം. ഫ്രണ്ട് പോർഷന് നെക്ക് നമുക്ക് അടയാളപ്പെടുത്താം. അതായത് നെക്ക് വിഡ്ത്ത് 3, നെക്ക് ലെങ്ത്ത് 3.5 അങ്ങനെ അടയാളപ്പെടുത്താം. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതും കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു 6 ഇഞ്ച് വീതിയിലുള്ളൊരു ക്ലോത്താണ്. നീളം ടോപ്പിൻ്റെ അതേ നീളം. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ആ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ആ ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. 2 ക്ലോത്തും അതുപോലെ വെച്ചിട്ട് 2 സൈഡിലേക്കും വേണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ 2.5 ഇഞ്ച് വീതിയിൽ നെക്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവിടം വരെയാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത്. അവിടം വരെയാണ് നമ്മൾ ഈ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്, പൈപ്പിങ്ങും അവിടം വരെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്രണ്ട് ക്ലോത്തിൻ്റെ സെൻറ്ററിലായിട്ട് കട്ട് കൊടുക്കുക. അതിങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ആ ക്ലോത്ത് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ബട്ടൺസിൻ്റെ അടിഭാഗത്ത് വരും. ബട്ടൺസ് വെച്ച് കൊടുക്കുന്നില്ല, ബട്ടൺസ് ഹോളിൻ്റെയും ബട്ടൺസിൻ്റെ ഒക്കെ അടിഭാഗത്തായിട്ട് ഈ ക്ലോത്ത് വരും. അങ്ങനെ കട്ടിങ് കഴിഞ്ഞതിൻ്റെ ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ലെങ്ത്ത് ഞാനൊരു 6.5 എടുക്കുന്നുണ്ട്. പിന്നെ വീതി ഒരു 9 എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനും പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് അടിഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. മീൻസ് സ്ലീവിൻ്റെ അടിഭാഗത്ത് അരേഞ്ച് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ അറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ അറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഭാഗത്ത് ഇതുപോലെ തന്നെ അതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ പൈപ്പിംഗ് ഇതുണ്ടല്ലോ, പൈപ്പിംഗ് ത്രെഡ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സാധാരണ ഒരു വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും അതുപോലെ ഞാനിവിടെ താഴെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലേ നെക്കിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ഈ വീഡിയോയിൽ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം വളരെ ലെങ്തി ആയതുകൊണ്ട്. അടുത്ത വീഡിയോയിൽ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചു തരാം.
അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കോർണറിലൊന്ന് കട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പീസ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ആ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്യേണ്ടത്. ഈ പീസ് ഫുള്ളായിട്ട് വേണ്ട, മീൻസ് നെക്കിൻ്റെ അവിടെ ഫുള്ളായിട്ട് വേണ്ട. നമ്മളൊരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടം വരെ മാത്രം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നെക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ വരെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ആ കോർണറിലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ടൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നില്ല, കാരണം അവിടെ ബട്ടൺസ് ഹോളൊക്കെ വരുമ്പോൾ അത് രണ്ട് സൈഡും അതങ്ങനെ പതിഞ്ഞിരുന്നോളൂ. സ്പെഷ്യലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കണമെന്നില്ല. അങ്ങനെ ഇതായിട്ടുണ്ട്. ഇനിയിപ്പം ബാക്ക് പോർഷനിൽ നെക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് പോർഷനിൽ നെക്കൊന്ന് കട്ട് ചെയ്ത അതായത് 3 ഇഞ്ച് വീതിയും 1 ഇഞ്ച് ഇറക്കും, കാരണം കോളർ വെക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നെക്കൊന്ന് അളന്നെടുക്കണം, കോളർ എത്ര വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 6.25 കിട്ടുന്നത്. നൈറ്റ് ഡ്രസ്സിൻ്റെ തന്നെ ആയതുകൊണ്ട് കോളർ ഇവിടെ കുറച്ച് വീതിയുള്ള കോളറാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതൊന്ന് ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് അളന്നെടുക്കുന്നത്. 6.25 അതിൻ്റെ എക്സ്ട്രാ എടുക്കാം. 12.5 ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോളറിനായിട്ട്. അങ്ങനെ 2 പീസാണ് വേണ്ടത്, 2 പീസ് ക്ലോത്ത്. എന്നിട്ട് അതിൻ്റെ വീതി 4 ഇഞ്ച്. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ മുകളിൽ ഇങ്ങനെ ചെരിച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ കട്ടിങ്. ആ കോളറിനും പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ത്രെഡ് അതുപോലെ സൈഡിൽ മുകളിലേക്ക് വെച്ചെടുത്തിട്ട് ഈ ക്ലോത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം അത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൈപ്പിംഗ് നല്ല വൃത്തിയിൽ കാണും. ചെറിയൊരു കട്ട് കൊടുക്കാം, കോർണറിലോട്ട് കട്ട് കൊടുക്കാം. എന്നിട്ട് അത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കോളർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് കോളറിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ അവിടെ ഒരു കട്ട് കൊടുത്തിട്ട് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ്. 1-2 നൈറ്റ് ഡ്രസ്സസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം തന്നെ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത്ര തന്നെ. അങ്ങനെ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വലിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കോളറും അതേപോലെ സ്ലീവ് വെച്ച് കൊടുക്കുമ്പോഴും വലിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. വലിച്ചു കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യണം. അവിടെ കെട്ടിട്ട് കൊടുക്കാം. പിന്നെ അത് മോശം വശത്തേക്ക് അവിടെ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉൾവശത്തേക്ക് കാണുന്ന പോലെ ഉൾവശത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് 1/4 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ അറ്റത്ത് പൈപ്പിംഗ് ഇങ്ങനെ വെച്ചിട്ട് വേറൊരു ക്ലോത്തും അതുപോലെ വെച്ചിട്ട്, ഇടയ്ക്ക് എൻ്റെ മോൻ്റെ കൈയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ പൈപ്പിംഗ് ത്രെഡ് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ 2 ഇഞ്ചിലൊരു ക്ലോത്ത് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അത് മറച്ചിട്ട് കൊടുക്കാം. മറ്റേ സ്ലീവ് അതുപോലെ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ അറ്റം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിയും. എന്നിട്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം സ്ലീവിന്. രണ്ട് സ്ലീവും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ആളുടെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടോ 1.5 ഇഞ്ച് വിട്ടിട്ടോ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഷേപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ താഴെ ഭാഗം, അതായത് ടോപ്പിൻ്റെ ബോട്ടം സൈഡ് മടക്കി കൊടുക്കുന്നത്. അങ്ങനെ അറ്റം മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി പാൻറ്റിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. പാൻറ്റിൻ്റെ കട്ടിങ്ങും വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.